ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയത്തിൽ അടിയനും ഈ പ്രാർത്ഥനാധ്വനി എന്ന ദൈവിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ വചന പരമ്പരയിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഈ പ്രാർത്ഥനാധ്വനി എന്ന ഇന്റർനാഷണൽ കൂട്ടായ്മയിലൂടെ ഇന്ന് രാത്രിയിൽ അടിയനെ വചനം ശുശ്രൂഷിക്കുവാനായി ക്ഷണിച്ച കർത്തൃദാസൻ പാസ്റ്റർ ഡാനിയേൽ അവരുകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തന്നോടുകൂടെ നിന്ന് ഈ ദൈവിക വേലയിൽ കൈത്താങ്ങുന്ന എല്ലാ കർത്തൃദാസന്മാരെയും ദാസിമാരെയും, അപ്പോൾ തന്നെ പ്രാർത്ഥന സപ്പോർട്ട് നൽകുന്ന എല്ലാ ദൈവദാസിദാസന്മാരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ഒരിക്കൽ കൂടെ ഈ വചന ശുശ്രൂഷയിലേക്ക് അടിയൻ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ദൈവവചനം ശ്രവിച്ചാലുമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. എല്ലാ മാസവും നാം ഓരോ വിഷയം ചൂസ് ചെയ്ത് ആ വിഷയത്തെ ആസ്പദമാക്കി കർത്തൃദാസന്മാർ ലൈവിലൂടെ കടന്നു വന്ന് ഈ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ മുമ്പിൽ ഓരോ വിഷയത്തെക്കുറിച്ചും അതിൻ്റെ ആധികാരികമായി സംസാരിക്കുകയും അപ്പോൾ തന്നെ നിങ്ങളെ ദൈവവചനത്തിൽ ഉറപ്പിക്കുകയും ചെയ്തു വരികയാണ്. ഈ മാസം നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക, ട്രസ്റ്റ് ഇൻ ഗോഡ് എന്ന വിഷയമാണ് നാം ഈ മാസം ദൈവവചന ചിന്തയ്ക്കായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്താണ് ദൈവിക ആശ്രയം, അല്ലെങ്കിൽ എങ്ങനെയാണ് നാം ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് എന്നുള്ള ഒരു ചിന്തയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് അടിയൻ നിങ്ങളുടെ മധ്യത്തിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വളരെ ആധികാരികമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആഴങ്ങളിലേക്ക് കടന്നു പോകാതെ നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ, ലളിതമായ ഭാഷയിൽ, ലളിതമായ രീതിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് തുടർന്ന് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്താണ് ട്രസ്റ്റ്, അല്ലെങ്കിൽ എന്താണ് ആശ്രയം എന്ന് പറയുന്നത്? മനുഷ്യരുടെ ജീവിതത്തിൽ പലപ്പോഴും പലവിധമാകുന്ന ബുദ്ധിമുട്ടുകൾ കടന്നു വരികയും തനിക്ക് ഒരാളുടെ സഹായം തൻ്റെ വിഷയത്തിൽ വേണമെന്ന് തോന്നുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നാം ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാളെ ഒരു കൈ സഹായത്തിന് വിളിക്കുന്നതിനെയാണ് നാം പലപ്പോഴും ആശ്രയം എന്ന് പറയുന്നത്. എന്നാൽ നാം ആശ്രയിക്കുന്ന രീതികൾ പല വിധത്തിലാണ്. ചിലപ്പോൾ സാമ്പത്തികമായിട്ടൊരാശ്രയമായിരിക്കാം നാം ചോദിക്കുന്നത്. ചിലപ്പോൾ നമുക്കൊരു രോഗം വരുമ്പോഴോ അല്ലെങ്കിൽ നാം വീണ് കിടക്കുമ്പോഴോ നാം പലപ്പോഴും ഒരാളോടൊരു കൈസഹായം ചോദിക്കാറുണ്ട്. എന്നെ ഒന്ന് താങ്ങാവോ, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാവോ എന്നൊക്കെ പലവിധമാകുന്ന മാനുഷികമാകുന്ന ആശ്രയങ്ങൾ നാം പലപ്പോഴും തേടാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ നമുക്കത് ലഭിക്കും, ചില സാഹചര്യങ്ങളിൽ നമുക്കത് നിഷേധിക്കപ്പെടും. അപ്പോൾ ഇതാണ് ആശ്രയിക്കുക, അല്ലെങ്കിൽ ഒരു ആശ്രയം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഇന്നെടുത്തിരിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. അപ്പോൾ മനുഷ്യരിലല്ല നാം ആശ്രയിക്കേണ്ടത്, ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത് എന്നൊരു ചിന്ത ഇവിടെ അതിശക്തമായിട്ട് നമ്മളോട് പ്രതിപാദിക്കുന്നുണ്ട്. നാം ആശ്രയിക്കേണ്ടത് മനുഷ്യരിലല്ല, അല്ലെങ്കിൽ നാം ആശ്രയിക്കേണ്ടത് നമ്മുടെ ചിന്തകളിലോ നമ്മുടെ ബുദ്ധികളിലോ അല്ല എന്ന് ഈ ടോപ്പിക്ക് തന്നെ, ട്രസ്റ്റ് ഇൻ ഗോഡ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനകത്ത് തന്നെ നമുക്കത് ചിന്തിക്കുവാൻ കഴിയും. നമ്മുടെ സാഹചര്യങ്ങൾ എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല. നമുക്ക് ചില സമയങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം കൂടിയേ തീരത്തുള്ളൂ.
അങ്ങനത്തെ ഒരു അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പലപ്പോഴും ഞാനും ആ ഒരു പ്രതിസന്ധികളിലൂടെ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലൂടെ, അല്ലെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, അതൊന്നും ഞാൻ അധികം അതിലൊന്നും കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം നമുക്ക് വായിക്കാം. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഇവിടെ 2 കാര്യങ്ങളാണ് ഈ വചനത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്ന്, പൂർണ്ണ ഹൃദയത്തോടുകൂടെ ദൈവത്തിൽ ആശ്രയിക്കുക. രണ്ടാമത് പറയുന്നത് സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, അല്ലെങ്കിൽ സ്വന്തം വിവേകത്താലല്ല. അപ്പോൾ ഒരു മനുഷ്യൻ ആശ്രയിക്കേണ്ടതിൻ്റെ ഒരു പ്രധാന കാര്യം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. വചനം ഇപ്രകാരം പറയുന്നു, ദൈവത്തിൽ എങ്ങനെ ആശ്രയിക്കണം? പൂർണ്ണ ഹൃദയത്തോടുകൂടെ ആശ്രയിക്കുക. പൂർണ്ണ ഹൃദയത്തോടുകൂടെ. നാം പലപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ നാം പലപ്പോഴും ഇരുമനസ്സോടുകൂടെ നാം ആശ്രയങ്ങളിൽ നാം എടുത്ത് കാലുവയ്ക്കാറുണ്ട്. നമുക്കറിയാം, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ തൻ്റെ ശിഷ്യന്മാരെ തന്നോട് കൂടെ ഉണ്ടായിരുന്നു. അതിൽ പത്രോസ് എന്ന വ്യക്തി, നമുക്കറിയാം, പത്രോസ് പൂർണ്ണമായും യേശുക്രിസ്തുവിനെ വളരെ അധികം സ്നേഹിച്ച് യേശുവിനോട് കൂടെ പറ്റി നടക്കുവാനും പല ശിഷ്യന്മാരും പല ഡൗട്ടുകൾ ചോദിക്കാൻ മടിച്ചു നിന്നപ്പോഴും തനിക്ക് വഴക്ക് കേൾക്കാൻ കഴിയും, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ നിന്ന് ശഹാരം, അല്ലെങ്കിൽ പെട്ടെന്നും ഒരു കണ്ണടപ്പിക്കുന്നൊരു മറുപടി ലഭിക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും പലപ്പോഴും പത്രോസ് യേശുവിനോട് പല കാര്യങ്ങൾ പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്രകാരം താൻ ചോദിച്ചൊരു കാര്യം നമുക്കറിയാം. യേശു ക്രിസ്തു വെള്ളത്തിന്മീതെ നടന്നു വരുന്നത് കണ്ടിട്ട് പത്രോസ് യേശുവിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്: നീ യേശുവെങ്കിൽ ഞാനും ഈ വെള്ളത്തിൽ നടന്നു വരുവാൻ നീ കൽപ്പിക്കുക. അതുപോലെ പത്രോസ് എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളത്തിൽ ഇറങ്ങി നടക്കുന്നുണ്ട്. പക്ഷേ തനിക്ക് അതിനകത്ത് തൻ്റെ ചിന്താഗതി ആഴങ്ങളിലേക്ക് പോയപ്പോൾ, അതായത് വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക്, ആ നദിയുടെ ആഴങ്ങളിലേക്ക് തൻ്റെ ചിന്ത കടന്നു പോയപ്പോൾ താൻ ആ വെള്ളത്തിലേക്ക് മുങ്ങുന്നൊരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും. ഇതുപോലെയാണ് നാം പലപ്പോഴും ആശ്രയിക്കുന്നത്. ഒരു പൂർണ്ണ ഹൃദയത്തോടുകൂടെയല്ല, നമ്മുടെ അറിവ് വെച്ച്, നമ്മുടെ ജ്ഞാനം വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളെ വെച്ച്, നമ്മുടെ ചുറ്റുപാടുകളെ വെച്ച്, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെയൊക്കെ വെച്ച് നാം പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളെ നാം അല്ലെങ്കിൽ നമ്മുടെ ആശ്രയത്തെ നാം എന്ത് ചെയ്യാറുണ്ട്? മെഷർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ വചനത്തിൽ ഇപ്രകാരം പറയുന്നത്: നിങ്ങൾ ആശ്രയിക്കുന്നുവെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടുകൂടെ ദൈവത്തിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നത്: ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത്, എൻ്റെ വചനങ്ങളെ വിട്ട് മാറുകയും അരുത്. നോക്കണേ, അപ്പോ നമ്മുടെ ജീവിതത്തിൽ നാം അറിവ് നേടും, വിവേകം നേടും, വളരെയധികം വിദ്യാസമ്പന്നരായി തീരും, സമ്പാദ്യമുള്ളവരായി തീരും, ഒത്തിരി ആരോഗ്യമുള്ളവരായി തീരും, ഒത്തിരി അറിവുകളൊക്കെ നമ്മൾ നേടുന്നുവെങ്കിലും എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം നാം മറന്നു പോകരുത്. നമ്മുടെ പല സാഹചര്യങ്ങളുടെ നടുവിൽ നാം ദൈവത്തെ മറന്നു പോകുന്നതാണ് നമുക്ക് പലപ്പോഴും നാം ഒറ്റപ്പെട്ടു പോകുന്നല്ലോ, എനിക്കൊരു മുന്നേറ്റമില്ലല്ലോ, ഞാൻ എങ്ങനെയാണ് ഈ വിഷയത്തിലൊന്ന് കരകയറുക എന്നൊക്കെയുള്ള പല ചിന്തകളും വ്യാകുലങ്ങളും നമ്മളെ അലട്ടുന്നതിന് കാരണമാകുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നാം എന്തു ചെയ്യണം? നാം ദൈവവചനത്തെ മറക്കാതെ, നാം എത്ര തന്നെ അറിവുള്ളവരായി തീർന്നാലും, നാം എത്ര തന്നെ ഹല്ലേലൂയ ആരോഗ്യ സമ്പന്നരായിരുന്നാലും, അല്ലെങ്കിൽ നമുക്ക് എത്ര തന്നെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നാലും, എത്ര തന്നെ ധനമുണ്ടായിരുന്നാലും, അതിലൊന്നും നമ്മുടെ ആശ്രയം വെക്കാതെ, അതിലൊന്നും നമ്മുടെ ചിന്തകളെ ഊന്നി നിർത്താതെ നാം എന്തു ചെയ്യണം? നാം പൂർണ്ണമായും ദൈവത്തിങ്കിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ദൈവത്തിൽ നമ്മുടെ ആശ്രയത്തെ വെക്കണം.
ഹല്ലേലൂയ. ഞാൻ ബൈബിളിൽ നിന്ന് 2 വ്യക്തികളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത് ഇയ്യോബിന്റെ ജീവിതം നാം നോക്കണം. ഇയ്യോബ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ തനിക്ക് ഉണ്ടായിരുന്നതൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. ആദ്യം തനിക്ക് തൻ്റെ തലമുറകളെ നഷ്ടപ്പെടുകയാണ്. തനിക്കുണ്ടായിരുന്ന തൻ്റെ എല്ലാ തലമുറകളെയും നഷ്ടപ്പെടുകയാണ്. തനിക്കുണ്ടായിരുന്ന കന്നുകാലികൾ, മൃഗസമ്പത്തുകൾ, തനിക്കുണ്ടായിരുന്ന വസ്തുവകകളൊക്കെ നശിച്ചു. തനിക്കുണ്ടായിരുന്ന ദാസിദാസന്മാർ അവരെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇപ്പോൾ താൻ ശേഷിക്കുകയാണ്. താനും തൻ്റെ വൈഫും ശേഷിക്കുമ്പോൾ തൻ്റെ ശരീരം ആസകലം ചൊറിച്ചിലും വ്രണങ്ങളാലും അതികഠിനമായ വേദനകളിലൂടെ താൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കണേ, തനിക്ക് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മറു സൈഡിൽ താൻ ശാരീരികമായിട്ട് വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം. ഹല്ലേലൂയ. തൻ്റെ ഈ സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയത്തില്ല. നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ 10 രൂപയുള്ളപ്പോൾ അതിൽ നിന്നും 1 രൂപ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ആ 1 രൂപ നഷ്ടപ്പെട്ടതിൻ്റെതായിട്ടുള്ള വേദനകൾ നമ്മളെ വളരെ അധികം പിടിച്ചു കുലുക്കും, നമ്മളെ അധികം പ്രതിസന്ധികളിലൂടെ നമ്മളെ കൊണ്ടുപോകും, അല്ലെങ്കിൽ വളരെ അധികം ചിന്താകുലരാക്കും. നാം മാനസികമായിട്ട് പെട്ടെന്ന് അങ്ങ് തകർന്നു പോകുന്ന ഒരവസ്ഥയുണ്ടാകും. ഇവിടെ ഇയ്യോബിന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ ഇയ്യോബിനുള്ളതൊക്കെയും തനിക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. തനിക്ക് ഇയ്യോബിന്റെ ജീവിതത്തിൽ തൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. താൻ ഇപ്പോൾ ഒന്നും അല്ലാത്തവനായിട്ട് നിൽക്കുകയാണ്. ഹല്ലേലൂയ. താനിപ്പോൾ ഒരു ബിഗ് സീറോ. നാം പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പല സഹോദരങ്ങളുടെ ജീവിതത്തിലും കടങ്ങൾ കയറി, ഹല്ലേലൂയ, ഇനി കടം 1 രൂപ പോലും മേടിക്കുവാൻ ആരുമില്ലാതെ നിൽക്കുന്ന സമയത്ത് ഹല്ലേലൂയ പറയാറുണ്ട്, ഞാനിപ്പോൾ ഒരു ബിഗ് സീറോയാ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്ക് ആരും സഹായിപ്പാനില്ല, ഞാൻ ഇപ്പോൾ ആകപ്പാടെ അങ്ങ് തകർന്നിരിക്കുന്നൊരു സാഹചര്യമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതേ സാഹചര്യമാണ് ഇയ്യോബിന്റെ ജീവിതത്തിൽ താൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തിൽ ഇയ്യോബിന്റെ വൈഫ് തന്നോട് വന്ന് പറയുന്ന ഒരു സാരോപദേശമുണ്ട്. ഹല്ലേലൂയ. നീ ഈ ദൈവത്തെ തള്ളിപ്പറയുക, നീ ഈ വിശ്വാസവും മുറുകെ പിടിച്ചിരിക്കാതെ നീ ഇങ്ങനെ കിടന്ന് ഈ വേദന അനുഭവിക്കണമോ? നീ ഇങ്ങനെ ഇത്രയും കഷ്ടത്തിലൂടെ കടന്നു പോകേണ്ടുന്ന കാര്യമുണ്ടോ? നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയാ ജീവിച്ചിരുന്നത്? നാം എങ്ങനെയാ ജീവിച്ചിരുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം, നമ്മുടെ സമ്പത്തിനോടൊപ്പം, ഹല്ലേലൂയ, നമുക്ക് ചുറ്റും നമ്മളെ ശുശ്രൂഷിക്കുവാൻ എത്രയോ ദാസന്മാർ നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിയേ, നീ പല ഓട്ടും കഷ്ണങ്ങൾ എടുത്ത് നിന്റെ ദേഹം ചൊറിയുകയല്ലേ, നീ മണ്ണിൽ കിടന്നുരുളുകയല്ലേ? ഹല്ലേലൂയ. നിനക്ക് ഈ ജീവിതം ഒന്ന് നശിപ്പിച്ച് കളഞ്ഞൂടെ? നിനക്ക് ചത്തുകൂടെ എന്ന് ഇയ്യോബിന്റെ ഭാര്യ തന്നോട് ചോദിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ സാഹചര്യത്തിൽ പോലും ഇയ്യോബ് തൻ്റെ വിശ്വാസം അല്ലെങ്കിൽ തൻ്റെ ആശ്രയം നഷ്ടപ്പെടുത്തി കളയാതെ ദൈവത്തിൽ തന്നെ തൻ്റെ ആശ്രയത്തെ മുറുകെ പിടിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ താൻ ദൈവത്തോടുള്ള ഭക്തി അല്ലെങ്കിൽ ദൈവത്തിലുള്ള ആശ്രയം തൻ്റെ ഏറ്റവും മോശം സാഹചര്യത്തിൽ പോലും താൻ തള്ളിക്കളഞ്ഞില്ല. ആമേൻ. താൻ ദൈവത്തോട് പറ്റി നിൽക്കുവാൻ, ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ ഹല്ലേലൂയ അവൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ അവൻ അതിനു വേണ്ടിയിട്ട് വാഞ്ചിച്ചു, അതിന് വലിയ വില കൊടുത്തു നിന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നാം ദൈവസന്നിധിയിൽ നിന്ന് പിറുപിറുക്കാതെ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഒത്തിരി അങ്ങ് തളർന്നു പോകാതെ, വാടിപ്പോകാതെ നാം ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വിടുതൽ കാണുവാൻ നമുക്ക് കഴിയും. ഇവിടെ ഇയ്യോബിന്റെ ഭാര്യ മാത്രമല്ല ഇയ്യോബിനോട് ചത്തുകളയാൻ പറഞ്ഞത്. അപ്പുറം തൻ്റെ സുഹൃത്തുക്കൾ തന്നോട് കടന്നു വന്നിട്ട് തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, തൻ്റെ കൂട്ടുകാർ കടന്നു വന്നിട്ട് നീ ദൈവസന്നിധിയിൽ എന്തോ വലിയൊരു പാപം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ഇപ്രകാരം വന്നത്, അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരത്തില്ലായിരുന്നു, ചെറിയ പാപമായിരുന്നു ചെയ്തിരുന്നെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ വരുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തന്നെ മാനസികമായിട്ട് വീണ്ടും കീഴ്പോട്ട് വലിച്ചിടുന്ന സാഹചര്യത്തിലും ഹല്ലേലൂയ ഇയ്യോബിന് ദൈവത്തിലുള്ള ആശ്രയം വിട്ടുകളയാൻ മനസ്സ് വന്നില്ല.
നമ്മുടെ ജീവിതത്തിലാണ് ഇങ്ങനെയൊക്കെ ചില സംസാരങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ നാം പതറിപ്പോകും, നാം വീണുപോകും. നാം ആ വാക്കുകളിൽ നമ്മൾ ആശ്രയിച്ചു പോയേനെ, അല്ലെങ്കിൽ ആ വാക്കുകളിൽ നാം വിശ്വസിച്ചു പോയേനെ. അതാണ് ഇവിടെ സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 5 പറയുന്നത്. ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, പക്ഷെ മറക്കരുത്. എന്ത് മറക്കരുത്? ദൈവവചനങ്ങളെ മറക്കരുത്, അത് വിട്ടു കളയരുത്. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിൽ നാം മുറുകെ പിടിച്ചിരിക്കണം. ഹല്ലേലൂയ. നാം ദൈവത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് ആശ്രയിക്കുവാൻ കഴിയുന്നത് വെറുതെ നമുക്ക് ആശ്രയിക്കുവാൻ കഴിയത്തില്ല. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനങ്ങളെ നാം മുറുകെ പിടിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തെ ആശ്രയിക്കുവാൻ കഴിയത്തുള്ളൂ. ഇല്ല എങ്കിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയത്തില്ല. പ്രിയ സഹോദരേ, പ്രിയ ശ്രോതാക്കളെ, എനിക്ക് നിങ്ങളോടൊന്നേ പറയുവാനുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും നാം ദൈവവചനം ധ്യാനിക്കുന്നവരും ആ ദൈവവചനം നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്നവരുമായിരിക്കണം. അല്ല എങ്കിൽ ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ദൈവസന്നിധി വിട്ടോടി പോകേണ്ടി വരും. ഹല്ലേലൂയ. മാർക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. 12 സംവത്സരമായിട്ട് രക്തസ്രാവം പിടിച്ചൊരു സ്ത്രീ. ഹല്ലേലൂയ. ഈ സ്ത്രീയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, താൻ ആദ്യം തൻ്റെ പണത്തിൽ ആശ്രയിച്ചു, തൻ്റെ അറിവിൽ ആശ്രയിച്ചു, തൻ്റെ പരിചയങ്ങളെ അല്ലെങ്കിൽ താൻ കണ്ടുവന്ന കാര്യങ്ങളെയൊക്കെയും ആശ്രയിച്ചിട്ട് താൻ ഹല്ലേലൂയ തൻ്റെ അസുഖത്തിന് അല്ലെങ്കിൽ തൻ്റെ രോഗം മാറുവാനായിട്ട് പല കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ചെയ്ത് ഹല്ലേലൂയ തനിക്കുള്ള ഇതൊക്കെയും വിറ്റ് നശിച്ചുപോയി. താനിപ്പോൾ ഒരു ബിഗ് സീറോ ആയിട്ട് ഹല്ലേലൂയ തൻ്റെ സ്വത്തുക്കളൊക്കെയും നഷ്ടപ്പെട്ടു, തൻ്റെ ചാർച്ചക്കാർ തനിക്ക് നഷ്ടപ്പെട്ടു. താനിപ്പോൾ ഒറ്റപ്പെട്ട് ഏകയായി ഹല്ലേലൂയ ഒരു സമൂഹത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സ്ത്രീ ആയിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രത്യാശകളും നഷ്ടപ്പെട്ടു. ഇനിയൊരു ഹോപ്പില്ല, ഇനി മരണം മാത്രം മുൻപിലുള്ളൂ. കാരണം കഴിഞ്ഞ 12 വർഷമായിട്ട് താൻ തൻ്റെ രോഗം മാറുവാനായിട്ട് തന്നെ കഴിയുന്ന കാര്യങ്ങളൊക്കെയും ചെയ്തു. എന്നാൽ തനിക്ക് രോഗത്തിനൊരു വിടുതൽ കാണുവാൻ തനിക്ക് കഴിഞ്ഞില്ല. മറിച്ച് തൻ്റെ സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു, തൻ്റെ പണമൊക്കെയും നഷ്ടപ്പെട്ടു. താൻ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യത്തിൽ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ അവൾ ഹല്ലേലൂയ ഒരു വാർത്ത കേൾക്കുകയാണ്. എന്ത്? യേശുക്രിസ്തു ആ വഴി വരുന്നുണ്ട്, യേശുക്രിസ്തു ആ വഴി വരുന്നുണ്ട്. യേശുക്രിസ്തു ഹല്ലേലൂയ ചെയ്തിരുന്ന ഹല്ലേലൂയ അത്ഭുതങ്ങളും അടയാളങ്ങളും താൻ കേട്ടിരുന്നു. താൻ ആ വചനത്തെ തൻ്റെ ഉള്ളിലേക്ക് ആവാഹിക്കുകയാണ്, താൻ ആ വചനത്തിൽ ആശ്രയിക്കുകയാണ്, താൻ ആ വചനത്തെ മുറുകെ പിടിക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് താൻ തന്നെ സ്വയമായൊരു തീരുമാനമെടുക്കുന്നു. ഇന്ന് ഞാൻ യേശുവിങ്കൽ നിന്നൊരു വിടുതൽ പ്രാപിക്കും ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഒരു തികഞ്ഞ ഒരു തീരുമാനത്തോടുകൂടെ താൻ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. താൻ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നു എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിങ്കലേക്ക് അടുത്തു വരികയാണ്. എങ്ങനെയാണ് താൻ കടന്നു വരുന്നത്? ഹല്ലേലൂയ. ഈ രക്തസ്രാവമുള്ള രോഗികളെ ആ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ആ മനുഷ്യർ ഹല്ലേലൂയ ഏറ്റവും വലിയ നിന്ദിക്കപ്പെട്ട വ്യക്തിയായിട്ട് കണക്ക് കൂട്ടുന്ന സമയമാണ്. താൻ ഒരു സമൂഹത്തിൽ കടന്നു വരുവാൻ പാടില്ല, താൻ തൊടുന്നവരൊക്കെയും അശുദ്ധമാകുമെന്ന് വിശ്വസിച്ചിരുന്ന കാലഘട്ടമാണ്. താൻ ഇരിക്കുന്ന ഇടം അശുദ്ധമാണെന്ന് വിശ്വസിച്ചിരുന്ന കാലഘട്ടമാണ്. ഹല്ലേലൂയ. ആ കാലഘട്ടത്തിൽ ആ സമയത്തിൽ യേശുവിന്റെ വർത്തമാനം കേട്ട ഈ സ്ത്രീ തൻ്റെ ഹൃദയത്തിൽ താൻ ഒരു ഉറച്ച തീരുമാനമെടുക്കുകയാണ്. ഞാൻ ഇന്ന് യേശുവിനെ തൊടും, യേശുവിൽ നിന്ന് ഞാനൊരു വിടുതൽ പ്രാപിക്കുമെന്ന് ഒരു തികഞ്ഞ ഒരു വിശ്വാസത്തോടുകൂടെ താൻ യേശുവിന്റെ അടുക്കലേക്ക് ഈ പുരുഷാരത്തെ വകവയ്ക്കാതെ, ഈ പുരുഷാരത്തെ തിക്കി മാറ്റിക്കൊണ്ട് അതിനിടയിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. താൻ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ തന്നെ തനിക്കൊരു വിടുതൽ ലഭിച്ചു. അതിന് കാരണമായത് താൻ കേട്ടിരുന്ന അറിവ്. ഹല്ലേലൂയ. താൻ കേട്ട വചനത്തെ തൻ്റെ ഹൃദയത്തിൽ ഗ്രഹിച്ചിട്ട് ഈ യേശുവിനെ എന്നെ വിടുവിക്കുവാൻ കഴിയുമെന്ന് പൂർണ്ണമായും യേശുവിൽ വിശ്വസിച്ച് യേശുവിൽ ഒരു ആശ്രയം വെച്ചപ്പോഴാണ് തനിക്കൊരു വിടുതൽ ലഭിച്ചത്.
അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ പലവിധമാകുന്ന പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണോ? പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണോ? രോഗങ്ങളിലൂടെ കടന്നു പോവുകയാണോ? അങ്ങനെയെങ്കിൽ എനിക്ക് നിങ്ങളോടൊന്നേ പറയുവാനുള്ളൂ. ഇന്ന് രാത്രി നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറാണോ? നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുവാൻ തയ്യാറാണോ? നിങ്ങളുടെ ബുദ്ധിയിലല്ല, നിങ്ങളുടെ അറിവിലല്ല, നിങ്ങളുടെ പണത്തിലല്ല നിങ്ങൾ ആശ്രയിക്കേണ്ടത്, മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാകുന്നു എങ്കിൽ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുമെന്ന് ഒരു ഉറച്ച തീരുമാനത്തോടുകൂടെ മുൻപോട്ട് കടന്നു വരികയാണെങ്കിൽ, ദൈവം ഇന്ന് രാത്രികാലം നിങ്ങളെ വിടുവിക്കുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ സന്നദ്ധനാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമുക്ക് ആ ദൈവത്തിലേക്ക് അടുത്തു വരാം. നമുക്ക് ആ ദൈവത്തിലല്ലാതെ മറ്റാരിലും ആശ്രയിപ്പാൻ കഴിയത്തില്ല. എന്തിനേറെ പറയുന്നു, ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, പുതിയ നിയമങ്ങളിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഹല്ലേലൂയ വലിയ അപ്പോസ്തലനെന്ന് നാം കാണുന്നത് പൗലോസിനെയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പൗലോസിനെ ഞാൻ വലിയൊരു അപ്പോസ്തലൻ എന്ന് പറയുവാൻ കാരണം ഹല്ലേലൂയ മറ്റൊന്നുമല്ല, മറ്റു ശിഷ്യന്മാരെ നോക്കുകയാണെങ്കിൽ, മറ്റ് അപ്പോസ്തലന്മാരെ നോക്കുകയാണെങ്കിൽ, അവർ കഴിഞ്ഞ 3.5 വർഷം യേശുവിനോട് കൂടെ നടന്ന് ശുശ്രൂഷ പഠിച്ചവരാണ്. യേശു ചെയ്ത അത്ഭുതങ്ങൾ നേരിൽ കണ്ടവരാണ്. യേശുവിൻ്റെ ശുശ്രൂഷകൾ നേരിൽ അനുഭവിച്ചറിഞ്ഞവരാണ്. എന്നാൽ ഹല്ലേലൂയ, പൗലോസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. പൗലോസ് എന്ന് പറയുന്ന വ്യക്തി ഈ ശിഷ്യന്മാരെ ഉപദ്രവിക്കാനായിട്ട് കടന്നു വന്നതാണ്. എന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചപ്പോൾ, യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ താൻ അതൊക്കെയും വിട്ടിട്ട് ഹല്ലേലൂയ ഈ ദൈവിക മാർഗത്തിലേക്ക് വന്നപ്പോൾ, ഈ യേശുവിന്റെ സുവിശേഷകനായി തീർന്നപ്പോൾ, 2 തീമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ ഇപ്രകാരമാണ് പറയുന്നത്: എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അവർക്ക് അത് കണക്കിടാതിരിക്കട്ടെ, കർത്താവോ എനിക്ക് തുണ നിന്നു. ഹല്ലേലൂയ. ഇവിടെ നോക്കണേ, ഈ വലിയ ഈ ക്രിസ്തീയ സമൂഹത്തെ, അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാരെ, യേശുവിൽ വിശ്വസിക്കുന്നവരെ ഉപദ്രവിക്കുവാനായിട്ട് കടന്നു വന്നവൻ യേശുവിനെ കണ്ടുമുട്ടി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് യേശുവിൻ്റെ വചനം ശുശ്രൂഷിക്കുവാൻ ഇറങ്ങി തിരിച്ചപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ അവനോട് കൂടെ നിന്നില്ല. അത്രയും ഹല്ലേലൂയ കാലം ഹല്ലേലൂയ വചനത്തിന് വേണ്ടിയിട്ട് ഓടിയവർ ഹല്ലേലൂയ പൗലോസിനെ കണ്ടപ്പോൾ പൗലോസിനോട് കൂടെ നിൽക്കാതെ പൗലോസിനെ ഒറ്റപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഇതുപോലത്തെ ഒരു സാഹചര്യം തിമോത്തി നിന്റെ ജീവിതത്തിലും കടന്നു വരാം. അവിടെ ഒന്നും നീ തളർന്നു പോകരുത്. കാരണം അന്ന് എനിക്ക് തുണ നിന്നത് എനിക്ക് അന്ന് ദൈവം തുണ നിന്നു. അങ്ങനെയെങ്കിൽ നിന്നോടും തുണ നിൽക്കുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നീ എന്തു ചെയ്യണം? നീ ആരിലും ആശ്രയിക്കരുത്. നീ ആരിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കരുത്. ഹല്ലേലൂയ. എനിക്ക് പോലും ഇങ്ങനത്തെ ഒരു തിട്ടാനുഭവം ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ നിനക്കും ഇത് ഭാവിയിൽ സംഭവിച്ചു കൂടായികയില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചു നിൽക്കണം. ദൈവം നിനക്ക് തുണ നിൽക്കും. ദൈവം എനിക്ക് തുണ നിന്നതുപോലെ നിന്നോടും കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ തിമോത്തിയെ ബലപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പലവിധമായി വരുമ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തുന്നവർ, നമ്മളെ വിട്ട് മാറുന്നവർ ഹല്ലേലൂയ ഉണ്ടാകും. എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ, ദൈവവചനത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ഉറപ്പിച്ചു പറയുവാൻ കഴിയും: ദൈവം നിങ്ങൾക്ക് തുണ നിൽക്കും. ഹല്ലേലൂയ. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഏത് അവസ്ഥയിലായിരുന്നാലും, നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെയായിരുന്നാലും അത് ദൈവം നിങ്ങൾക്ക് നിവർത്തിച്ചു തരും. അതാണ് ഇവിടെ ഹല്ലേലൂയ നാം വായിച്ച കുറിവചനത്തിൽ പ്രകാരം പറയുന്നത്: പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഹല്ലേലൂയ. നാം പൂർണ്ണ ഹൃദയത്തോടുകൂടെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയുകയാണെങ്കിൽ, നാം അതിന് ഹല്ലേലൂയ മനസ്സൊരുക്കമുള്ളവരായി നമ്മെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ, ദൈവം നമ്മുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. ഹല്ലേലൂയ.
എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് പലവിധമാകുന്ന ഹല്ലേലൂയ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ പല പ്രതിസന്ധികളിലും ഞാൻ പലരിൽ നിന്ന് പലതും പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇവർ എന്നെ സഹായിക്കും, അല്ലെങ്കിൽ ഇവരെനിക്കൊപ്പം നിൽക്കും, ഇവരെനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ ഇവർ എനിക്ക് വേണ്ടിയിട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച് പല സാഹചര്യങ്ങൾ, പല വ്യക്തികൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. നിന്നെ വിളിച്ചത് അവരല്ല, നിനക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നത് അവരെയല്ല, ഞാൻ അവരെ നിനക്ക് വേണ്ടിയിട്ട് ആക്കിയിട്ടില്ല എന്നുള്ളൊരു ശബ്ദം ഞാൻ കേൾക്കുവാനിടയായിട്ടുണ്ട്. ഇതിന്റെ ഞാൻ ഉദ്ദേശിച്ചത് എന്തെന്ന് വെച്ചാൽ, ദൈവം നമുക്ക് വേണ്ടിയിട്ട് ചിലരെ അയച്ചിട്ടുണ്ട്, ദൈവം ചിലരെ നമുക്ക് വേണ്ടിയിട്ട് ആക്കി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം ആക്കി വെക്കാത്തവരിൽ നിന്ന് നാം ഒന്നും പ്രതീക്ഷിക്കരുത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്കറിയത്തില്ല ദൈവം നമുക്ക് വേണ്ടിയിട്ട് ആരെ ആക്കി വെച്ചിരിക്കുന്നതെന്ന്. എന്നാൽ നമുക്കൊരു കാര്യം ഉറപ്പായിട്ടറിയാം, നമുക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ ഹല്ലേലൂയ ഓർപ്പിക്കട്ടെ, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, പൂർണ്ണ ഹൃദയത്തോടുകൂടെ ആശ്രയിക്കുക. നമ്മുടെ അറിവും നമ്മുടെ ജ്ഞാനവും വെച്ചിട്ടല്ല, നമ്മുടെ പഴയകാല അനുഭവങ്ങൾ വെച്ചിട്ടല്ല, അല്ലെങ്കിൽ ഹല്ലേലൂയ മറ്റുള്ള വ്യക്തികളെ നോക്കിയിട്ടല്ല നാം ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. നാം ഇയ്യോബിനെ പോലെ പൂർണ്ണമായും ഹല്ലേലൂയ ദൈവത്തിങ്കൽ നിന്ന് നന്മ മാത്രമല്ല തിന്മയും കൂടെ പ്രാപിക്കേണ്ടയോ എന്ന് ചോദിച്ച് ഇയ്യോബ് ദൈവത്തെ തള്ളി പറയാതെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിലകൊണ്ടെങ്കിൽ നമുക്കും അതുപോലെ ദൈവസന്നിധിയിൽ നിലകൊള്ളാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും, കൈവിടത്തില്ല. ദൈവം നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റി എഴുതുന്ന ദിവസം ഹല്ലേലൂയ അത് വളരെ അടുത്തായിരിക്കും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഈ വചനം കേട്ടിരിക്കുന്നത് വെറുതെയല്ല. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവമല്ലാതെ നമുക്ക് ആശ്രയിപ്പാൻ മറ്റാരുമില്ല. ഹല്ലേലൂയ. ആരൊക്കെ നമുക്ക് സഹായിക്കാനുണ്ട് എന്ന് പറഞ്ഞിരുന്നാലും, ആരൊക്കെ നമ്മോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞിരുന്നാലും, ഹല്ലേലൂയ അതൊക്കെ ഹല്ലേലൂയ ഒരു പരിധിവരെ കാണത്തുള്ളൂ. എന്നാൽ നമ്മുടെ ലോകാന്ത്യത്തോളം നമ്മോട് കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തത് നമ്മുടെ യേശു ക്രിസ്തു മാത്രമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ആ ദൈവത്തിൽ ആശ്രയിക്കാം. നമുക്ക് നമ്മളെ തന്നെ ഹല്ലേലൂയ ആ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് 2 പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളുടെ മധ്യത്തിൽ ഷെയർ ചെയ്യുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഈ പ്രാർത്ഥനാ വിഷയം നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആദ്യമായി ഖത്തറിലുള്ള ബ്രദർ ബിബീസിന്റെ മകൾ ഹല്ലേലൂയ വളരെ പനിയാൽ ഭാരപ്പെടുകയാണ്. ആ മകൾക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവം ഒരു പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കേണ്ടതിന് നാം ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഓടുന്ന വചനമയച്ച് ദൈവം ഒരു വിടുതൽ കൊടുക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ കുമളി IPC സഭാ ശുശ്രൂഷകനും പ്രാർത്ഥനാധ്വനി കേരള ചാപ്റ്റർ സബ് എഡിറ്ററുമായ പാസ്റ്റർ ജിനു തങ്കച്ചന്റെ ഭാര്യയുടെ പിതാവ് ഹല്ലേലൂയ ഒരു ചെറിയൊരു വീഴ്ചയുണ്ടായി. തനിക്ക് തലയിൽ ചെറിയൊരു ഇഞ്ചുറി ഉണ്ട്, തലയ്ക്കുള്ളിൽ തലയിൽ ചെറുതായിട്ടൊരു ബ്ലീഡിംഗ് ഉണ്ട്. അത് പൂർണ്ണമായും ദൈവം വിടുവിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ പിതാവ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഈ 2 പ്രാർത്ഥനാ വിഷയങ്ങളെയും ഓർത്ത് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അടിയൻ പ്രാർത്ഥിച്ച് ഈ സെക്ഷനെ വൈൻഡ് അപ്പ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പരിശുദ്ധനായ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഈ രാത്രിയിൽ അടിയനെ നീ അവിടെ നിന്നും ഉപയോഗിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിന്റെ വചനവുമായിട്ട് നിന്റെ മക്കളുടെ മുമ്പിൽ ഹല്ലേലൂയ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കടന്നു വരുവാൻ, അവരോട് സംവാദിക്കുവാൻ അടിയന് നീ അവിടെ നിന്ന് ഒരുക്കിയ നല്ല സാഹചര്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന പ്രിയ കർത്തൃദാസനായിട്ട് സ്തോത്രം, കർത്തൃദാസന്മാർക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. അവരെയൊക്കെ ദൈവം നീ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണം. ഇനിയും അനേക വ്യക്തികൾ നിന്റെ വചനം അറിയുവാനും നിന്റെ സന്തോഷം അനുഭവിപ്പാനും ഒക്കെയും ഈ ലോകത്തിൽ ഇനിയുമുണ്ട്. ദൈവമേ, അവരിലൊക്കെയും നിന്റെ വചനം എത്തിക്കുവാൻ നീ അവിടെ നിന്ന് ഞങ്ങളെ കൂട്ടമായി പ്രാപ്തരാക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രത്യേകയാൽ ഇവിടെ പറഞ്ഞ് പ്രാർത്ഥിച്ച 2 വിഷയങ്ങളെ ഓർക്കുന്നു. ആ പനിയാൽ ഭാരപ്പെടുന്ന പ്രിയമകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതലും സൗഖ്യവും നീ അവിടെ നിന്ന് കൊടുക്കുമാറാകണം. ഓടുന്ന വചനം അയച്ച് ഇപ്പോൾ തന്നെ ഒരു വിടുതൽ നീ അവിടെ നിന്ന് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. അപ്പോൾ തന്നെ ഹല്ലേലൂയ വീഴ്ചയിൽ ചെറിയ പരിക്ക് പറ്റിയിരിക്കുന്ന ആ പിതാവിനായിട്ട് സ്തോത്രം. ആ പിതാവിനെ നീ അവിടെ നിന്ന് വിടുവിക്കുമാറാകണം. പൂർണ്ണ ബലം കൊടുക്കണം. ഹല്ലേലൂയ.
ഹല്ലേലൂയ ബ്ലീഡിംഗ് ഒക്കെയും നിൽക്കുവാൻ ദൈവമേ നീ അവിടുന്ന് സഹായിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. അടിയനെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടുന്ന് ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. ഈ വചനങ്ങളാലും പ്രാർത്ഥനകളാലും നീ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.